ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് 3 ഡിഫറെൻറ്റ് ഫ്രേസസ് ആണ്. ഈ 3 ഡിഫറെൻറ്റ് ഫ്രേസസും കാണുമ്പോൾ ഒരേപോലെ തോന്നും എങ്കിലും അത് 3 ഡിഫറെൻ്റ് ആണ്. അപ്പോൾ എന്താണ് ആ ഫ്രേസസ്? എ വൈൽ, ഫോർ എ വൈൽ ആൻഡ് ഇൻ എ വൈൽ. ഈ 3 ഫ്രേസസും വളരെ ഡിഫറെൻ്റ് ആണ്. എന്താണ് ഇവ തമ്മിലുള്ള ഡിഫറൻസ് എന്ന് നമുക്ക് ഇന്ന് നോക്കാം. എ വൈൽ എന്ന് പറഞ്ഞാൽ അതിൻ്റെ മീനിങ് എ പീരീഡ് ഓഫ് ടൈം എന്നാണ്. ഒരു പീരീഡ് ഓഫ് ടൈം എന്ന് പറയുമ്പോൾ അതിനൊരു ലെങ്ത് ഉണ്ട്. പക്ഷേ അതിൻ്റെ ഒപ്പം എ വൈൽ എന്നതിന് മുൻപ് ഫോർ എന്ന പ്രപ്പോസിഷൻ ചേർത്താൽ ഫോർ എ വൈൽ, ഇൻ എന്ന പ്രപ്പോസിഷനാണ് ചേർക്കുന്നതെങ്കിൽ ഇൻ എ വൈൽ. പക്ഷേ ഫോർ എ വൈൽ എന്ന് പറയുന്നതും ഇൻ എ വൈൽ എന്ന് പറയുന്നതും തമ്മിൽ വ്യത്യാസമുണ്ട്. അതാണ് നമ്മുടെ ടോപ്പിക്. ഫോർ എ വൈൽ ഉപയോഗിക്കുന്നത് നമ്മളൊരു ഡ്യൂറേഷൻ ഓഫ് ടൈം പറയുമ്പോഴാണ്. ഡ്യൂറേഷൻ ഓഫ് ടൈം എന്ന് പറയുമ്പോൾ അതൊരു ലെങ്ത് ഉണ്ട്, ഒരു ലെങ്ത് ഓഫ് ടൈം. ഒരു കാര്യം സംഭവിക്കുന്നതിന് ഒരു ലെങ്ത് ഓഫ് ടൈം ഉണ്ട്, ഒരു പോയിന്റ് ഓഫ് ടൈം അല്ല. അപ്പോഴാണ് നമ്മൾ ഫോർ എ വൈൽ എന്ന് ഉപയോഗിക്കുന്നത്. ഫോർ എക്സാമ്പിൾ, ഐ സ്റ്റേഡ് ഇൻ എ റെസ്റ്റോറൻറ്റ് ഫോർ എ വൈൽ ആഫ്റ്റർ ഈറ്റിംഗ്. അപ്പോൾ ഒരു റെസ്റ്റോറൻറ്റിൽ പോയിട്ട് ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞിട്ട് കുറച്ച് സമയം അവിടെ തന്നെ ഇരുന്നു എന്നാണ്. ഐ സ്റ്റേഡ് ഇൻ എ റെസ്റ്റോറൻറ്റ് ഫോർ എ വൈൽ ആഫ്റ്റർ ഈറ്റിംഗ്. അപ്പോൾ ഭക്ഷണം കഴിഞ്ഞ് കുറച്ച് സമയം കൂടി അവിടെ ഇരുന്നു. ആ കുറച്ച് സമയത്തിന് ഒരു ഡ്യൂറേഷൻ ഓഫ് ടൈം ഉണ്ട്. ഐ ആം ഗോയിങ് ടു ടേക്ക് എ വാക്ക് അറൗണ്ട് ദ നെയ്ബർഹുഡ് ഫോർ എ വൈൽ എന്ന് പറയുമ്പോൾ ഞാനൊന്ന് നമ്മുടെ ആ അയൽപക്കത്തുള്ള പ്രദേശങ്ങളിലൊക്കെ ഒന്ന് നടക്കാൻ പോവുകയാണ്. ഫോർ എ വൈൽ എന്നാണ് അവിടെ ഉപയോഗിക്കുന്നത്. അപ്പോൾ ആ നടക്കാൻ പോകുന്ന സമയത്തിന് ഒരു ലെങ്ത് ഓഫ് ടൈം ഉണ്ട്. ഓടിപ്പോയിട്ട് ഇങ്ങോട്ട് വരാൻ പറ്റില്ലല്ലോ, കുറച്ച് സമയം ഉണ്ട് അവിടെ. എ ഡ്യൂറേഷൻ ഓഫ് ടൈം എന്നതിനാണ് അവിടെ ഇമ്പോർട്ടൻസ്. ഷീ ട്രാവൽഡ് അറൗണ്ട് ഫോർ എ വൈൽ വെൻ ഷീ വാസ് ഇൻ ഹർ 20s. അവളുടെ 20 വയസ്സ് ആ ഒരു പ്രായത്തിൽ അവൾ യൂറോപ്പ് മുഴുവൻ ഇങ്ങനെ കറങ്ങി നടന്നിട്ടുണ്ട്. യൂറോപ്പ് മുഴുവൻ അവൾ യാത്ര ചെയ്തിട്ടുണ്ട് എന്നാണ്. അപ്പോൾ അവിടെയും ഒരു വൈൽ എന്ന് പറയുമ്പോൾ ഒരു ഡ്യൂറേഷൻ ഉണ്ട്, കുറച്ച് കാലയളവ് അതിനുണ്ട്, ഒരു പീരീഡ് ഓഫ് ടൈം. ഇവിടെ ഡ്യൂറേഷൻ ഓഫ് ടൈം എന്നതിനാണ് ഇമ്പോർട്ടൻസ്. ഇനി ഇൻ എ വൈൽ, ഇൻ എന്ന പ്രപ്പോസിഷൻ വൈൽ എന്നതിന് മുൻപ് ഉപയോഗിക്കുമ്പോൾ എന്താണ് വ്യത്യാസം? അത് വളരെ ഡിഫറൻ്റ് ആണ്. ഇപ്പോൾ നമ്മളൊരു കാര്യം ചെയ്യാൻ പോകുന്നു, അത് ഒരു അപ്കമിങ് ആക്ടിവിറ്റി, അതായത് നടക്കാൻ പോകുന്ന ഒരു കാര്യത്തെ പറ്റി പറയുമ്പോഴാണ് ഇൻ എ വൈൽ ഉപയോഗിക്കുന്നത്. ഒരു കാര്യം സംഭവിക്കുന്നു, അത് ഇൻ എ വൈൽ എന്ന് പറയുമ്പോൾ പെട്ടെന്ന് തന്നെ സൂൺ എന്ന മീനിങ്ങാണ്. ഫോർ എക്സാമ്പിൾ, ഐ ആം ഗോയിങ് ടു ലീവ് ദ ഓഫീസ് ഇൻ എ വൈൽ. ഐ ആം ഗോയിങ് ടു ലീവ് ദ ഓഫീസ് ഇൻ എ വൈൽ എന്ന് പറയുമ്പോൾ ഞാൻ ഇപ്പോൾ തന്നെ ഓഫീസ് വിടും, പെട്ടെന്ന് തന്നെ ഞാൻ ഓഫീസിൽ നിന്ന് ഇറങ്ങും എന്ന് പറയില്ലേ, അതാണ് അവിടെ സൂൺ എന്ന മീനിങ് ആണ്. ചെയ്യാൻ പോകുന്ന ഒരു കാര്യത്തെ പറ്റിയാണ് അവിടെ പറയുന്നത്. വി ആർ ഗോയിങ് ടു ഗോ ടു ദ കോഫി ഷോപ്പ് ഇൻ എ വൈൽ. ഞങ്ങൾ കോഫി ഷോപ്പിലേക്ക് ഇപ്പോൾ തന്നെ പോകും. വി ആർ ഗോയിങ് ടു ഗോ ടു ദ കോഫി ഷോപ്പ് ഇൻ എ വൈൽ. ഇൻ എ വൈൽ എന്നാൽ സൂൺ, ഇപ്പോൾ തന്നെ പോകും, ചെയ്യാൻ പോകുന്ന ഒരു കാര്യമാണ്. ഡു യു വാണ്ട് എനിത്തിങ് എന്ന മീനിങ് ആണ്. ഡു യു വാണ്ട് എനിത്തിങ്, അപ്പോൾ ചെയ്തിട്ടില്ല ആ കാര്യം, ചെയ്യാൻ പോകുന്നു. അപ്പോൾ ഫോർ എ വൈൽ ഉപയോഗിക്കുന്നതും ഇൻ എ വൈൽ ഉപയോഗിക്കുന്നതും തമ്മിലുള്ള ഒരു ഡിഫറൻസ് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ. ഐ ആം ഗോയിങ് ടു വാക്ക് അറൗണ്ട് എ നെയ്ബർഹുഡ് ഫോർ എ വൈൽ എന്ന് പറയുമ്പോൾ ഞാൻ നടക്കാൻ പോകുന്നു, കുറച്ച് സമയത്തേക്ക് നടക്കാൻ പോകുന്നു എന്നാണ്. അപ്പോൾ നമ്മൾ പറയുന്ന ആൾക്ക് മനസ്സിലാവണം കുറച്ച് സമയം ഞാനിവിടെ ഉണ്ടാവില്ല. ഐ ആം ഗോയിങ് ടു വാക്ക് അറൗണ്ട് ദ നെയ്ബർഹുഡ് ഫോർ എ വൈൽ. അതേസമയം ഐ ആം ഗോയിങ് ടു വാക്ക് അറൗണ്ട് ദ നെയ്ബർഹുഡ് ഇൻ എ വൈൽ എന്ന് പറയുമ്പോൾ അവിടെ ആ പറയുന്ന കേൾക്കുന്ന ആളോട് നമ്മളൊരു ഇൻവിറ്റേഷൻ കൂടിയാണ്. ഡു യു വാണ്ട് ടു കം വിത്ത് മീ എന്ന്, ഡു യു വാണ്ട് ടു കം എന്ന ഒരു മീനിങ് കൂടി അവിടെ ഉണ്ട്. അത് നമ്മളൊരു ഇൻവിറ്റേഷൻ പോലെ പറയുന്ന ആളോട് ഓക്കെ ഞാൻ ഇപ്പോൾ തന്നെ ഞാൻ നടക്കാൻ പോകും, നിങ്ങൾ വരുന്നുണ്ടോ എൻ്റെ കൂടെ എന്ന് ചോദിക്കുന്നത് പോലെയാണ്. അപ്പോൾ ഫോർ എ വൈൽ ഉപയോഗിക്കുമ്പോഴും ഇൻ എ വൈൽ ഉപയോഗിക്കുമ്പോഴും ഫോർ ആൻഡ് ഇൻ ഈ 2 കുഞ്ഞ് പ്രപ്പോസിഷന്റെ വ്യത്യാസമേ ഉള്ളൂവെങ്കിലും അത് വരുത്തുന്ന വ്യത്യാസം വളരെ ഡിഫറൻ്റ് ആണ് ഒരു സെന്റൻസിൽ. മനസ്സിലായല്ലോ?